വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ബാംഗ്ലൂർ പോവുകയാണ്, ദാറ്റ് ടു അലോൺ ഫോർ ദ ഫസ്റ്റ് ടൈം. ആൻഡ് ഇവിടെ ഏറ്റവും കൂടുതൽ എന്നെ മിസ് ചെയ്യാൻ പോകുന്ന ലൂഫി ആയിരിക്കും. ഇപ്പോഴേ ഡോറിൻ്റെ അടുത്തും എൻ്റെ പെട്ടിയുടെ അടുത്തൊക്കെ വന്നിരിക്കുന്നുണ്ട് പോവാതിരിക്കാനായിട്ട്. കാണിച്ചാൽ ബൈ ബൈ ടാറ്റാ. ബാ ബാ, ഞാൻ പോയിട്ട് വരും. ബാ. ഞാനിപ്പോൾ ബസ്സിൽ കയറി 8:30 ഒക്കെ ആയപ്പോൾ ബസ് എടുത്തു. ഗുഡ് മോർണിംഗ്. നമ്മൾ ബാംഗ്ലൂർ എത്താൻ ഇനി 1 മണിക്കൂറും കൂടെ ഉണ്ട്. 1 മണിക്കൂർ 40 മിനിറ്റ് കൂടെ ഉണ്ട്. ഓക്കെ, ഞാൻ ബാംഗ്ലൂർ പോകുന്നതിൻ്റെ പേർപ്പസ് എന്താണെന്ന് പറഞ്ഞില്ല. ഞാൻ ബാംഗ്ലൂർ പോകുന്നത്, ആസ് യു ഗൈസ് നോ or if you don't know, I own a studio at Shastamangalam, Studio 5. ആൻഡ് എനിക്ക് സൂംബ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ചുമ്മാ സ്റ്റാർട്ട് ചെയ്തിട്ടൊരു കാര്യമില്ല. നമുക്ക് അറ്റ്ലീസ്റ്റ് ബേസിക് നോളജ്, ഡാൻസ് ഒക്കെ, ഡാൻസിനെ പറ്റിയൊക്കെ കുറച്ച് അറിവൊക്കെ ഉണ്ട്. കാര്യം ഐ എം എ ഡാൻസ് ടീച്ചർ. ഞാനാണ് അവിടെ അഡൽസിനെയും കിഡ്സിനെയും പഠിപ്പിക്കുന്നത്. സോ എനിക്ക് സൂംബ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഒരു ട്രെയിനിങ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാംഗ്ലൂർക്ക് പോകുന്നത്. ഇത് പല സ്ഥലത്തായിട്ടുണ്ട്, കൊച്ചിയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്. അങ്ങനെ ഐ ചൂസ് ബാംഗ്ലൂർ ബിക്കോസ് ബാംഗ്ലൂർ എപ്പോഴും നമുക്ക് പോയി വരാൻ പറ്റുന്നൊരു സ്ഥലമല്ല. എൻ്റെ അവസ്ഥയാണ് കേട്ടോ പറയുന്നത്. കൊച്ചി ആകുമ്പോൾ നമുക്ക് തൊട്ടടുത്ത് പോയി വരാം. ബാംഗ്ലൂർ അതും ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്, അതും ബസ്സിൽ. അമ്മ ഓക്കെ പറഞ്ഞു, അപ്പോൾ ഞാൻ പിന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ട്രെയിനിങ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. 2 ദിവസം പരിപാടിയാണ്. ഈ പോസ്റ്റ് ഇതോ വിജയണ്ണൻ്റെ പോസ്റ്റ്. ഓക്കെ, ഐ എം എ തലപ്പതി ഫാൻ. ആൻഡ് ഓക്കെ, 2 ദിവസം പരിപാടിയാണ്. സാറ്റർഡേ സൺഡേ മോർണിംഗ് 9 to ഈവനിങ് 5 o'clock വരെ ഫുൾ സൂംബ സെക്ഷൻ ആയിരിക്കും. ഫുൾ ഡാൻസും പാട്ടും ആയിരിക്കും. ആൻഡ് ഓൾസോ ഫുൾ സൂംബയുടെ നോളജും നമുക്ക് തരുന്നതായിരിക്കും. നോളജ് എന്ന് പറഞ്ഞാൽ ബേസിക് നോളജസ്, പിന്നെ ടൂൾസ്, എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെ യൂസ് ചെയ്യാവുന്നതൊക്കെ. നമ്മൾ ആഫ്റ്റർ ദിസ് ട്രെയിനിങ് സെക്ഷൻ വിൽ ബി സർട്ടിഫൈഡ് ട്രെയിനർ, സൂംബ ട്രെയിനർ, ആൻഡ് ഓൾസോ എ സെൻ മെമ്പർ. കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞാൻ ഇനി ക്ലാസ് അറ്റൻഡ് ചെയ്താലേ എനിക്കറിയാൻ പറ്റുള്ളൂ. സോ ബാംഗ്ലൂർ ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് ബാക്കി എല്ലാം അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോപ്പ് മടിവാള. അവിടെയാണ് ഞാൻ ഇറങ്ങുന്നത്. അവിടെ നിന്ന് ഊബർ പിടിച്ച് വേണം ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് പോകാനായിട്ട്. ഓട്ടോ ലൊക്കേഷൻ വീട്ടിലോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ട്രാഫിക്കോ എത്തുള്ളൂ. 4 മിനിറ്റ് എന്നാണ് കാണിച്ചത്. ഇവിടെ എത്തുമ്പോൾ ലേറ്റാണ്. ഇനി വീട്ടിലെത്തി. ആര് കൂടെയാണ് നിൽക്കുന്നതെന്ന് ഇപ്പം കാണിച്ചു തരാം. എലിസബത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നേ. അന്ന് കുറച്ച് നേരം കിടന്നുറങ്ങി. ഇപ്പോൾ ഫുഡ് കഴിച്ചു. എന്നിട്ടിപ്പോൾ ഞാൻ അപ്പച്ചിയെ കാണാനായിട്ട് പോവുകയാണ്. ഷീസ് വൺ ഹൂ ഹെൽപ്പ് മീ ടു ഗോ ടു എൻ്റെ കോളേജ് ടൂർ പോകാനൊക്കെ എന്നെ സഹായിച്ച വൺ ഓഫ് ദ കസിൻസാണ്. ഷീസ് വൺ. സോ അപ്പച്ചി പോയി കാണാൻ വേണ്ടിയിട്ടുള്ള ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഹോട്ടലിൽ കയറി ഒരു 1 hour ഡ്രൈവുണ്ട്. അത് കഴിഞ്ഞേ എത്തുള്ളൂ. 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം കുണ്ടും കുഴിയും കുലുക്കവും കഴിഞ്ഞ് സ്ഥലത്തെത്തി. കയറി അപ്പച്ചിയെ കാണാം. അതിൽ നിന്ന് കുറച്ച് പലഹാരം അമ്മ കൊടുത്ത് വിട്ടായിരുന്നു അപ്പച്ചിക്ക് കൊടുക്കാൻ. ഇങ്ങനെ അപ്പച്ചിയുടെ കുത്തി മാങ്ങ ചെത്തുന്നതിന് വേണ്ടിയിട്ട്. നല്ല കാറ്റ്. ട്യൂഷനൊക്കെ കഴിഞ്ഞ ഒരാൾ ഫ്രീ ആയിട്ട് എപ്പോഴായിരിക്കും. ഹായ്, നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുക, റെസ്ക്യൂഡ് ബൈ റൂബി. എൻ്റെ 3ാമത്തെ തവണ സിനിമ കാണുന്നു. എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണം. പക്ഷേ രാത്രി 10 മണിയായല്ലേന്ന്. ഹേ ഗായ്സ്, ഇത് അടുത്ത ദിവസമായി. രാവിലെ എണീച്ച് ഉടനെ തന്നെ നമ്മൾ ഹറിബറിയായിരുന്നു. 9 മണിക്ക് തന്നെ കറക്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന. ഇറ്റ്സ് വെരി സ്ട്രിക്റ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് വന്നു. എന്തായാലും ഫുഡിൻ്റെ ഫോട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കാര്യം കമ്പൽസറി ആയിട്ടും മാം നിങ്ങൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഫോട്ടോ എന്താണോ അത് ഇടാൻ പറഞ്ഞു. ഇൻട്രാക്റ്റീവ് സെക്ഷൻസ് കൂടുതലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിക്കുക, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ ക്ലാസ്സിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഷിവോണ്ടല്ലോ. ബൂമറാങ്ങും സ്റ്റോറിയൊക്കെ ഇടാം. സോ അതിനൊക്കെ സമ്മതിക്കും, അല്ലാതെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അടിപൊളി സെക്ഷനായിരുന്നു. കുറേ നോളജ് കിട്ടി സൂംബയെ പറ്റി.
സൂംബയുടെ സ്റ്റാർട്ടിങ്, അതായത് സൂംബ എവിടെ നിന്നാണ് തുടങ്ങിയത്, ആരാണ് തുടങ്ങിയത്, എങ്ങനെയാണ് തുടങ്ങിയത്, ലൈക്ക് എല്ലാം. അപ്പോൾ ബെനിഫിറ്റ്സ്, എന്തിനാണ് സൂംബ, ലൈക്ക് ലിറ്ററലി എവറിത്തിങ്. അപ്പോൾ 4 സ്റ്റൈലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് 2 സ്റ്റൈൽ നോക്കും, നാളെ 2 സ്റ്റൈലായിരിക്കും നോക്കുന്നത്. 1 അവർ സൂംബ ക്ലാസ് കഴിഞ്ഞു. എൻ്റെ കാലും വെച്ചുകൊണ്ട് ഞാൻ ചെയ്തു. ഇറ്റ് വാസ് നൈസ്. ഇപ്പോൾ ലഞ്ച് ബ്രേക്കാണ്. കറക്റ്റ് 12:05 ആയപ്പോൾ വിട്ടു. 12:45 മാം ക്ലാസ്സിലോട്ട് എത്തണമെന്ന് പറഞ്ഞു. 12:50 മാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. സോ നമ്മൾ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വന്നു കൊറിയൻ ഫുഡ് കഴിക്കാൻ. പേരെന്തായിരുന്നു? കൊറിക്കൻ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വന്നിട്ട് ഒരു ബെരി സ്ട്രോബെറി ബോബ പറഞ്ഞു, കിംചി ഫ്രൈഡ് ചിക്കൻ, പിന്നെ ബുൾഡഗ് ഫ്രൈ മീൻസ് 6 പീസിൻ്റെ ഒരു കോണ്ടോഗ്. ഇതെല്ലാം കൂടെ പറഞ്ഞപ്പോൾ 1040 ആയി. ഓക്കെ, ഇതിൻ്റെ ഒരു റീല് മാത്രമായിട്ട്, ഫുഡിൻ്റെ റീല് മാത്രമായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ഗോ വാച്ച്. പിന്നെ സൂംബയിൽ ലൈക്ക് ഇൻസ്ട്രക്ടറിങ് ട്രെയിനിങ് സെക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കൂടുതൽ അറിയണമെങ്കിൽ ജസ്റ്റ് ഹിറ്റ് മീ അപ്പ് ഓൺ ഇൻസ്റ്റാഗ്രാം. എൻ്റെ ഐ ഡി താഴെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഫുഡ് വരുമ്പോൾ ബാക്കി എടുക്കാം. നമ്മുടെ ഫുഡ് വന്നു. അതിൻ്റെ ഇടയിൽ മിലിയുടെ ഒരു കമൻ്റ് അടി. എത്രയാണ് നമ്മൾ പറഞ്ഞത്? ഓക്കെ ഡാൻ. നമ്മുടെ പുളിത്താക്കി വിങ്സ് ആണ് കഴിക്കാൻ പറഞ്ഞത്. എടുത്താണ് കുഴപ്പമില്ല. ബാത്റൂമിൽ അത് കൊള്ളാം. എരിവുണ്ട്. ഇപ്പോഴടിച്ചു. എരിവുണ്ട്. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു ചക്കര. രാവിലെ 9 മണി തൊട്ട് ഇപ്പം എത്ര മണിയായി? 4:45 വരെ വെയിറ്റ് ചെയ്തു. ക്ലാസ് കഴിഞ്ഞ് ഇവിടെ വെയിറ്റിംഗ് ആണ്. ചേച്ചിയുടെ ഫ്രണ്ട് കയറിയാലേ ഹാൻഡ് ഓവർ ചെയ്താലേ നമുക്ക് വീട്ടിൽ പോകാൻ പറ്റും. 2 ഹോംവർക്ക് തന്ന് വിട്ടിട്ടുണ്ട്, അത് ചെയ്യണം. അനക്കാൻ വയ്യ, നല്ല വേദന. ഉറങ്ങിയിട്ട് വീട്ടിൽ പോയി മിക്കവാറും ചത്ത് കിടക്കുമായിരിക്കും. 2 ഹോംവർക്ക് ചെയ്തിട്ട് കിടക്കാനാണ് മാം പറഞ്ഞിരിക്കുന്നത്. ലെറ്റ്സ് സീ. പോവാ അടുത്ത് വീട്ടിൽ പോയി ഹോംവർക്ക് ചെയ്യണം. ഗുഡ് മോർണിംഗ്. ദിസ് ഇസ് സൺഡേ ആൻഡ് I got ready. Would have my breakfast. ഒരു ഗ്ലാസ് കോഫിയും കുടിച്ചു. ഇപ്പോൾ തന്നെ 8 മണി അടുപ്പിച്ചാവാറായി. പെട്ടെന്ന് ഇറങ്ങണം. 1 മണിക്കൂറത്തെ ട്രാവലാണ്. ഓക്കെ, ബൈ. ബ്രേക്ക് ടൈമാണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റൻറ്റ് നോട്ടീസ് കൊണ്ടുവന്നു. ലഞ്ച് ബ്രേക്ക്. Let's do that and finish. Anybody wants to go? Please go on the stage. So, like, no understanding about it. So, thanks to Sana for teaching us and being so like understanding and trying to instruct us. Trying to make sure like we learn The group, and you will be like, hey, what are you doing now? Are you practicing everything? It will happen. I'm telling you, right? Be in touch. Anybody else who wants to go share, do. and I saw that I was telling Mama, man, nandu adala iskodu nanu adra agu. Just like neenu adara agu avanga na batte iskodu. This is when Zumba thing started in my ear. This is how it started. LND, there is a fitness center where Prince Shiva and Luke are there. Oh, yeah. I used to. അങ്ങനെ ഒഫീഷ്യൽ ജിം മെമ്പറായി. ക്ലാസ് കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ ഐ എം ഒഫീഷ്യലി എ സിൻ മെമ്പർ നൗ. അങ്ങനെ സൂംബ ട്രെയിനിങ് കഴിഞ്ഞു. ഊബർ പിടിച്ച് വീട്ടിൽ വന്നു. കുളിച്ച് റെഡിയായിട്ട്
അമ്മയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പോവാണ്. ദേ വേർ ഇൻ മസ്കറ്റ്, നൗ സെറ്റിൽഡ് ഇൻ ബാംഗ്ലൂർ. അപ്പോൾ ഗോയിങ് ടു വൈറ്റ് ഫീൽഡ് ബൈ മെട്രോ. ചേച്ചീനെ കൊണ്ടാക്കും സ്റ്റേഷനിൽ. അവിടെ നിന്ന് ആൻറ്റി പിക്ക് ചെയ്യാൻ വരും. അവിടെ നിന്ന് നമ്മൾ പുറത്തു പോകും. Okay, I'll let you know. That was my outfit. ഭയങ്കര സിമ്പിളാണ്. കോണ്ടാക്ട് ലെൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, സ്റ്റേഷനിലെത്തി. മെട്രോ പിടിച്ച് പോകുകയാണ്. ഫോൺ എടുക്കാൻ പറ്റില്ല, ചിലപ്പോൾ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയാലും. എൻ്റെ കൂടെ വരെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പാവാം. വെയിറ്റിംഗ് ഫോർ മൈ മെട്രോ ടു കം. 4 മിനിറ്റിൽ ഇപ്പം എത്തും. ബാംഗ്ലൂർ മെട്രോ ഇതാണ് ചീപ്പ്. ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത്. 3 minutes. ആരുമില്ല. എത്തി വൈറ്റ് ഫീൽഡ്. ഇതാണ് ആൻറ്റിയുടെ മക്കൾ. ഒരാൾ, ഇത് രണ്ടാമത്തെ ആൾ. നമ്മൾ KFC കഴിക്കാൻ വേണ്ടി വന്നു. KFC ഒടിച്ചത്. ഹായ്. ഓ ശീതന മൂത്ത്. ആളേ ഇല്ല. ഇത് നല്ല സെറ്റപ്പാണ്. Maybe having dessert. That's February, my favorite. Had a blast. Bye bye. ചെറുത് കിടന്നുറങ്ങി. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു, ഡെസേർട്ടൊക്കെ കഴിച്ചു. ഐ എം റിയലി ഹാപ്പി. അങ്ങനെ കുറേ വർഷത്തിന് ശേഷം കാണുന്നത്. ആൻഡ് യെസ്, വീട്ടിലെത്തി. ഇനി ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് നാളെ വീണ്ടും ഷോപ്പിങ്ങിന് വേണ്ടി മാത്രമാണ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഹേ ഗായ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് മോർണിംഗ്. 11 മണിയായി. ഇത് ഡേ 4-5 കൊണ്ടാണ് ഞാൻ വന്നിട്ട്. 7-ാം തീയതി ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നു. ലൈക്ക് ഐ സെഡ് യെസ്റ്റർഡേ. എന്നാൽ ഞാൻ നിങ്ങൾക്ക് കോണ്ടാക്ട് ലെൻസ് കാണിച്ചെന്നില്ല. എൻ്റെ അടുത്ത് കോണ്ടാക്ട് ലെൻസ് പറന്നു എൻ്റെ കണ്ണിൽ നിന്ന്. നമ്മൾ തറയിലൊക്കെ തപ്പി കണ്ടില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇന്നലെ അതേ ഡ്രസ്സ് തന്നെയാണ്. ബാംഗ്ലൂരിൻ്റെ വെദർ ഇസ് റിയലി ഗുഡ്. സോ ഹ്യൂമിഡിറ്റി അല്ലാത്തതുകൊണ്ട് വിയർത്തില്ല. അതുകൊണ്ട് പിന്നെ എന്തിനാ വീണ്ടും വേറെ ഡ്രസ്സ് എടുക്കുന്നത്. ഈ ഡ്രസ്സ് എടുക്കാൻ വെച്ചു. ഒരു വലിയ ബാഗ് എടുത്തു ഷോപ്പിങ്ങിന്. വേഗോ അവിടെ ഭയങ്കര സ്പേഷ്യസ് ആണ്. ഓക്കെ, നമ്മളെന്താ സ്ഥലത്തെത്തിയിട്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്യാം. ബാംഗ്ലൂർ എവിടെ പോയാലും അരമണിക്കൂർ എത്തും. ഇതുണ്ടോ, നമ്മൾ സ്കൂട്ടറിലാണ് എന്നെ യാത്ര ചെയ്യുന്നത്. ചേച്ചിയുടെ ഹെൽമെറ്റ് ഉണ്ടോ? വെരി നൈസ് ആൻഡ് ഡീസൻറ്റ് വൺ. ഷോ മീ നൗ മൈ ഹെൽമെറ്റ്. ഇതാണ് എൻ്റെ ഹെൽമെറ്റ്. അത് കൂടാതെ ഇത് ഇട്ടിട്ടായിരിക്കും ഞാൻ ഇടുന്നത്. ഇപ്പം കാണിച്ചു തരാം. ബാക്ക്ഗ്രൗണ്ടിലാണ് മാമൻ്റെ നിക്കറും. ഓക്കെ, അത് എന്ത് കാറ്റ് ഒരുപാട് അടിക്കാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ വെച്ചിട്ട് തൊപ്പിയല്ല ഹെൽമെറ്റ് വെക്കും. ഇവിടെ എല്ലായിടത്തും തുണിയാണല്ലോ. ഇതൊന്നും കെട്ടിത്തരും. ഓക്കെ, now let's go to that destination. നിങ്ങളിവിടെ ടെക്സ്റ്റ് മാറ്റി ഒന്ന് 10,000 രൂപയ്ക്ക് തുണി കൊടുത്തു. ഒരു 50 പീസ് തുണി ഉണ്ടായിരുന്നു. 50 years 50 എണ്ണം. എൻ്റെ ആകെ 2,000 രൂപ. അതിനെത്ര എടുക്കാൻ പറ്റും? നമുക്ക് അത്ര എടുക്കാൻ പറ്റേ. ഭയങ്കര വീട്. നമ്മൾ വെള്ളം വാങ്ങാൻ എവിടെ കയറിയ ചേച്ചി? വെള്ളം കിട്ടുന്ന കടയിലാണ് നമ്മൾ വെള്ളം വാങ്ങാൻ കയറിയത്. കുറേ വെറൈറ്റി ഡ്രസ്സുകളുണ്ട് ഇവിടെ. വൗ. ആദ്യത്തെ കടയിൽ കയറിയത് ഇഷ്ടപ്പെട്ടില്ലാത്തതുകൊണ്ട് രണ്ടാമത്തെ കടയിൽ കയറി. രണ്ടാമത്തെ കടയിൽ കയറിയപ്പോഴും ഒന്നും ഇഷ്ടപ്പെട്ടില്ലാത്തതുകൊണ്ട് ഇപ്പോൾ മൂന്നാമത്തെ കടയിൽ കയറി. എന്ത് ചെയ്യാം? ഷോപ്പിംഗ് ഈസ് വെരി ഹാർഡ് ബ്രോ. ലൈക്ക് ലിറ്ററലി ഇറ്റ്സ് ഹാർഡ്. ഇത് നടന്നു വന്നു. But I end up taking one dress for Abhi and my best friend. So, pin I took a shot.
ഒരു നല്ല ഒരു ഷോർട്സ് എടുത്തു ജിമ്മിലിടാൻ. സോ അത് കിട്ടി. സോ സംതിങ് ഇൻട്രസ്റ്റിംഗ്. എത്ര നിങ്ങൾ ചോദിച്ചേക്ക്? അത്ര ഉള്ള എനിക്ക് വാങ്ങിച്ച യാ ഒരു 250 ഒരു നല്ല ഉടുപ്പെടുത്തു നമ്മൾ അല്ലേ? കൊള്ളാം, അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. വൈനാട് ഓക്കെ. നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങി. അമ്മയ്ക്കാണ് ടോപ്പ് എടുത്തത്, പക്ഷെ അമ്മയ്ക്ക് കയറില്ലെങ്കിൽ എനിക്കിടാം. എൻ്റെ ടാക്ടിക് മൂവ്, അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം ഒരെണ്ണം മാത്രം വെച്ച്. ഈ കട വന്നിട്ട് കൊള്ളാം, അത്യാവശ്യം ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ഗ്ലാം ഗേൾ എന്നാണ് കടയുടെ പേര്. കൊള്ളാമോ? എടുക്കണോ? മിൽച്ചിരുന്നാലും കിട്ടും ടോപ്പ് എടുത്ത്. സോളോ ലെവലിംഗ് ആയിരുന്നു പറഞ്ഞത്. അവിടെ ഇനി അടുത്ത കടയിലോട്ട് പോകണം. ചെറിയും കൊണ്ട് നമ്മളിപ്പോൾ മെക്ഡോണൾഡ്സിൽ വന്നു. താങ്ക് യു. Let's see. സമാധാനമായിരുന്നു. ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ബാക്ക് അഗൈൻ ടു ഷോപ്പിംഗ്. കുറച്ചുകൂടെ ഷോപ്പിംഗ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകും. കാര്യം എനിക്ക് 8 മണിക്ക് ഇനി ബസ്സാണ് തിരിച്ചു പോകാൻ. ബാംഗ്ലൂരിലെ ട്രാഫിക് കാരണം എല്ലാം 1 മണിക്കൂർ മുന്നേ എങ്കിലും ഇറങ്ങണം, ഇല്ലെങ്കിൽ അവിടെ ഇപ്പോൾ തന്നെ ഇപ്പോൾ സമയം 5 മണിയായോ? 4 മണിയായി. കുറച്ചും കൂടെ വീഡിയോയിലും കൂടെ അരമണിക്കൂറും കൂടെ നമ്മളൊന്ന് ഷോപ്പ് ചെയ്തിട്ട് പിന്നെ ഡയറക്റ്റ് വീട്ടിലേക്ക് പോയി പാക്ക് ചെയ്തതിന് ശേഷം 6:30 ഒക്കെ ആകുമ്പോൾ മിനിസോ പോലത്തെ കുഞ്ഞ് ഏതോ ഒരു കടയിൽ കയറിയിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എന്തിനാ ചേച്ചി? ഞാനാ വാങ്ങിയ, ഞാൻ കൊണ്ടുപോയതേ ഉള്ളൂ. ഇനി അടുത്ത് നമ്മൾ സ്റ്റുഡിയോയിലോട്ടും കൂടെ പോയി പിന്നെ എന്ത് ചെയ്യുന്നു? സ്റ്റുഡിയോയുടെ R&D കയറി നോക്കി, ഒന്നുമില്ല, ഒന്നും ഇഷ്ടപ്പെട്ടില്ല. സോ R&D എന്നറിയുന്നു. സ്റ്റുഡിയോ അങ്ങനെ സ്റ്റുഡിയോന്ന് ഷോപ്പിംഗ് കഴിഞ്ഞു. ഒന്നുമില്ല, കുറച്ച് 2-3 ഫേസ് പാക്കോ അതും എടുത്തു. ഞാൻ നെയിൽ പോളിഷും എടുത്തു. നേവി ബ്ലൂ ബ്രൗൺ ആണ് എടുത്തത്. ദാറ്റ്സ് ഓൾ. പിന്നെ നമ്മൾ ഫസ്റ്റ് കയറിയ കടയിൽ നിന്ന് ഡ്രസ്സ് വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ അവിടെ നിന്ന് ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവും. പെട്ടി പാക്ക് ചെയ്യും, ഡ്രസ്സൊന്ന് മാറ്റണം, ദെൻ തിരിച്ച് നാട്ടിലേക്ക്. 6-7 വന്നു, കുളിച്ചു, റെഡിയായി, ഒരു കോഫി കുടിക്കാൻ പോകുന്നു. പെട്ടിയൊക്കെ ഫുൾ ഓൺ പാക്ഡ്. വെയിറ്റ് കൂടി ആൻഡ് ഷീസ് ടയേർഡ്. അയ്യോ ഇടത്ര റെഡി കിടക്കുന്നു. അതങ്ങനെയാണ്. എൻ്റെത് മിനി ബാഗും റെഡി. ലെറ്റ്സ് ഗോ. ഒരു 6:30 ഇവിടെ നിന്ന് ഇറങ്ങണം. എന്നാലേ അവിടെ 8 മണിയാകുമ്പോൾ എത്തുള്ളൂ. സീരിയസ്ലി 8 മണിയാകുമ്പോൾ എപ്പോഴെത്തുള്ളൂ? സ്കൂട്ടറിൽ എന്തായാലും ഇതും കൊണ്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഓട്ടോ ബുക്ക് ചെയ്യണം. റാപ്പിഡോ. ബൈ ബൈ പറഞ്ഞു, ചാച്ചയൊക്കെ പറഞ്ഞു ഇറങ്ങി. ഒരു 7:30 അല്ലെങ്കിൽ 7:35 മേ ബി 45 ഒക്കെ ആകുമ്പോഴായിരിക്കും എത്താം, അറിയില്ല. അവിടെ എത്തുമ്പോഴേക്കും എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്മേറ്റ് എൻ്റെ സ്കൂൾ മേറ്റ് ആയിരുന്ന മാനഫിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വരാൻ പറഞ്ഞു. ഹിസ് നിയർ മടിവാളാണ്, മടിവാളെ തന്നെ. അപ്പോൾ അവനെ കണ്ടിട്ട് ബൈ ബൈ ഒക്കെ പറഞ്ഞതിന് ശേഷം ബസ്സിൽ കയറി 13 മണിക്കൂർ കിടന്ന് ഉറങ്ങിക്ക് കൊള്ളായിരുന്നു. ഹായ് ഗായ്സ്, ദിസ് ഇസ് മാനവ്. നമ്മൾ 1/2 മണിക്കൂറായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. എൻ്റെ ബസ് എത്തി. ഓക്കെ, പെട്രോൾ എന്നെ പെട്ടിയൊക്കെ എടുത്ത് സഹായിക്കുന്നു. ഓ സ്വീറ്റ് ബോയ്. അതിൻ്റെ വായി തന്നെ സത്യം വേണം. കറക്റ്റ് 8 മണിക്ക് ബസ് എടുത്തു. ഷോർട്ട് ടൈമായിരുന്നു. നമുക്കിപ്പോൾ ഒരു 20 മിനിറ്റ്സ് ബ്രേക്ക് വന്നു. ഇപ്പോൾ വാഷ്റൂമിലോ ഫുഡ് വേണമെങ്കിൽ കഴിക്കാം. അപ്പം അങ്ങനെ നാളെ രാവിലെ ഒരു 9-9:30 ഒക്കെ ആകുമ്പോൾ എത്തും ട്രിവാൻഡ്രം.
Meet my കുഞ്ഞുവാവ ലൂഫി. ഹായ് ഹായ് ആരുമില്ല വീട്ടിൽ. ഓ നൈസ്, വെരി വാം വെൽക്കം, ദി ബെസ്റ്റ് വെൽക്കം. ഹായ് ബേബി, ഓടി. ഓക്കെ ഗൈസ്, അങ്ങനെ വീടെത്തി. ഐ എം ഹാപ്പി, ഐ എം ബാക്ക്. ബട്ട് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആർക്കെങ്കിലും സുംബ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ആവണം എങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ. ഇപ്പം ഐ എം ആൻ ഒഫീഷ്യൽ ലൈസൻസ്ഡ് സുംബ ട്രെയിനർ. സോ എൻ്റെ കോഡ് വെച്ചിട്ട് യു വിൽ ഗൈസ് ഗെറ്റ് ഡിസ്കൗണ്ട് ഫോർ ഇറ്റ്. സോ ജസ്റ്റ് ലെറ്റ് മീ നോ, ഹിറ്റ് മീ അപ്പ് ഓൺ ഇൻസ്റ്റാഗ്രാം. ഐ പുട്ട് മൈ ID down below. And what is correct? Zumba എന്ന് പറയുന്ന സംഭവം ജസ്റ്റ് ഡാൻസ് അത് മാത്രമല്ല. ഐ ഹാവ് ലേൺഡ് a lot from Zumba and how it helps you physically, mentally, everything. For relaxing ആണെങ്കിലും just to have fun, Zumba is really the best. And എനിക്കൊരു സ്റ്റുഡിയോ ഉണ്ടെന്ന് അറിയാം. So if you guys are interested, വരൂ, join ചെയ്യൂ. I will be taking classes soon. So I am ending my vlog here. Thank you for watching my video. Like and share and subscribe. Bye.